ഇദ്ദേഹം ഒരു മലയാളിയാണ്, ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു ജവാനാണ്. ഫ്രാൻസിൽ നടന്ന ഒരു 24 hours വേൾഡ് ചാമ്പ്യൻഷിപ്പില് 24 മണിക്കൂർ കൊണ്ട് 265 കിലോമീറ്റർ പിന്നിട്ട ഒരാളാണ്. 24 മണിക്കൂർ കണ്ടിന്യൂസ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാവരും വിശ്വസിക്കും. എനിക്ക് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം ഒന്നാമത്തെ ആരും വിശ്വസിക്കില്ല. ഇത്രയും വലിയൊരു ചാമ്പ്യൻഷിപ്പിൽ ടോപ്പ് 10 എത്തിയ ഒരു മലയാളി ജവാൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഒരു വാർത്തയിലും ഇത് കണ്ടില്ല. തുടങ്ങാൻ കാരണം അച്ഛനും അമ്മയൊക്കെ കാരണമാണ്. അതെന്താ? അച്ഛനും അമ്മയും ഡെഫ് ആൻഡ് ഡംബ്. ഫസ്റ്റ് തൊട്ട് ഒരു 8ാം ക്ലാസ് വരെ 9ാം ക്ലാസ് വരെ ഞാൻ അട്ടർ ഫെയിലറായിരുന്നു. കോമറേഡ്സ് എന്ന് പറഞ്ഞൊരു ഓട്ടമുണ്ട്, സൗത്ത് ആഫ്രിക്ക വെച്ചിട്ട് കിടക്കണം. എന്ന് ഞാൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്തോ അന്ന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു, ഒറ്റ ദിവസം കൊണ്ട്. മിലിറ്ററിയിൽ ഏത് സെക്ഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു? അൾട്രാ റണ്ണിങ് 24 hours ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടന്നു. അതായിരുന്നു തുടക്കം. അപ്പം അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വിടാനുള്ള മനസ്സ് ഒട്ടും ഇല്ല. എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഫെയിലാവുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ 127 കിലോമീറ്റർ എത്തി, 127 കിലോമീറ്റർ കവർ ചെയ്തു. പിന്നെ ഒരു മല കയറണം തിരിച്ചു. ഞാൻ ഓൾറെഡി ഒരു മല കയറി ഇറങ്ങിയിട്ട് പിന്നെ താഴെ ഇറങ്ങിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കുടുങ്ങിയെന്ന്. ലൈഫിൻ്റെ കേസായാലും 6 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് എന്നെ വന്നിട്ട് 24 മണിക്കൂർ കണ്ടിന്യൂസ് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്തു. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ചെയ്യുമെന്ന്.